എല്ലാവരും ഫീൽഡിലാണ്. വളരെ സജീവമായിട്ട് കർമ്മരംഗത്താണ് UDFന്റെ എല്ലാ പോഷക സംഘടനകളും, യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും വളരെ സജീവമായിട്ട് രംഗത്ത്. അൻവറിന്റെ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അതൊക്കെ അടഞ്ഞ അധ്യായം. അപ്പൊ ആ ചിന്തി ചർച്ച പോയി. UDF റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും, ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9 കൊല്ലക്കാലത്തെ ഭരണത്തിലുള്ള വലിയ ജനരോഷം അത് വോട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലാണ് എല്ലാ മുന്നണികളും. ഇപ്പോൾ UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മുസ്ലിം ലീഗ് MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്നു. മാസ്റ്റർ, എത്തരത്തിലാണ് UDFന്റെ സാധ്യതകളും പ്രതീക്ഷകളും? UDF റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും, ഒരു സംശയവും വേണ്ട. ഐക്യ ജനാധിപത്യ മുന്നണി ഒരു വലിയ കെട്ടുറപ്പോടും കൂടി സർവായുധ സന്നാഹത്തോടു കൂടി ഫീൽഡിലാണ്, ഒരു സംശയം വേണ്ട. വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ഷൗക്കത്തോട് വിജയിക്കും. അൻവറിന്റെ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അതൊക്കെ അടഞ്ഞ അധ്യായം. അപ്പൊ ആ ചിന്തി ചർച്ച പോയി. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള വലിയ ജനരോഷമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9 കൊല്ലക്കാലത്തെ ഭരണത്തിലുള്ള വലിയ ജനരോഷം അത് വോട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എല്ലാവരും നേതാക്കന്മാരും അണികളും ഒക്കെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാഥമിക പ്രവർത്തനം തൊട്ട് ഒരു 2, 3, 4 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, പ്രവർത്തനം നടന്നിരിക്കുകയാണ്. നിങ്ങൾ എവിടെ നോക്കിയാലോ ഇപ്പോൾ ഇത് ഐക്യ ജനാധിപത്യത്തിനോട് ആഫീസാണ്. ആഫീസിലൊന്നും ഒരാൾക്ക് പ്രവേശനം പോലും ഇല്ല. അത്യാവശ്യം വരിക, നേതാക്കന്മാർ വരിക, കാര്യങ്ങൾ അന്വേഷിക്കാൻ പോവുക. എല്ലാവരും ഫീൽഡിലാണ്. വളരെ സജീവമായിട്ട് കർമ്മരംഗത്താണ് UDFന്റെ എല്ലാ പോഷക സംഘടനകളും, യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. ഇത് പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാണോ എന്നുള്ളൊരു പരീക്ഷണം? അതിനെന്താ വിലയിരുത്തൽ ഇപ്പൊ എത്രയോ വിലയിരുത്തൽ കഴിഞ്ഞല്ലോ. ഇപ്പൊ തൃക്കാക്കര ആയിരുന്നാലും, പുതുപ്പള്ളി ആയിരുന്നാലും, പിന്നെ പാലക്കാടായിരുന്നാലും എല്ലാം ഇപ്പൊ ഒരു വിലയിരുത്തൽ തന്നെയല്ലേ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുകയാണ്. അപ്പൊ ഒരു വലിയ ജനരോഷം ഈ ഗവൺമെന്റിനെതിരായിട്ടുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനും വേണ്ടി, ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനും വേണ്ടി പാടുപെടുകയാണ്. അപ്പൊ അവരുടെ വോട്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് ചെയ്യിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ആവട്ടെ, ഇന്നിപ്പം VD സതീശനാണെങ്കിലും പറഞ്ഞത് പിണറായി പ്രത്യേകിച്ച് മലപ്പുറത്തെ ജനങ്ങളെ വല്ലാതെ അധിക്ഷേപിക്കുന്നുണ്ട് എന്നൊരു പരാമർശം. അല്ല, അധിക്ഷേപിച്ചത് നമ്മൾ കേട്ടതാണല്ലോ. വാർത്താ മാധ്യമങ്ങളിലും വർത്തമാന പത്രങ്ങളിലും വിഷ്വൽ മീഡിയാസിലും ഒക്കെ വന്നതല്ലേ. അതാണ് അവരുടെ പ്രതികരിച്ചത്. ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. സർക്കാർ ഇത്തരത്തിൽ ഈ മലപ്പുറത്തെ ജനങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനാണ് ഒരു വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം. അല്ല, വർഗീയമായ ധ്രുവീകരണം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും മലപ്പുറത്ത് ഇവിടെയുള്ള ഒരു മതസൗഹാർദ്ദം, ഇവിടുത്തെ ഒരു മതേതരത്വം അത് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇപ്പം ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പല ഭാഗങ്ങളിലും ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ സത്യത്തിൽ അതിശയിക്കുകയാണ്. മലപ്പുറത്തിൻ്റെ ഒരു പെരുമയും മലപ്പുറത്തിൻ്റെ ആൾക്കാരുടെ ഒരു സ്നേഹവാത്സല്യങ്ങളും അവരുടെ ഒരു ഐക്യവും അവരുടെ ഒരു മതസൗഹാർദ്ദവും കണ്ട് അവരെന്നെ ഞെട്ടിപ്പോവാണ്. അതാണ് മലപ്പുറം. അതെ. ആ മലപ്പുറത്തിനെതിരായിട്ട് ആരെന്ത് പരാമർശം നടത്തിയാലും അത് ജനങ്ങൾ ഉൾക്കൊള്ളൂല. UDF ക്യാമ്പ് തികഞ്ഞ പ്രതീക്ഷയിലാണ്, വലിയ പ്രതീക്ഷയാണ്, യാതൊരു സംശയം.